നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഷോളും പിന്നെ ഞാൻ ആദ്യമായിട്ട് ജ്വല്ലറി കാണിക്കാം. അതിന് ഇത്ര കുണുങ്ങുന്ന എന്തിനാണെന്ന് നോക്കുന്നത്, എനിക്ക് തന്നെ ഒരു കുണുക്കം വരുന്നത്. ഈ ജ്വല്ലറി ഇതൊക്കെ പറഞ്ഞ് ഞാനൊക്കെ ഓർക്കുവാണേ, ചെറിയ പ്രായത്തിൽ കോളേജിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴേ ഈ ലേഡീസ് സ്റ്റോറിലോട്ടൊക്കെ കയറി അങ്ങോട്ട് കഴിയുമ്പോണ്ടല്ലോ, ഈ കണ്ണിനെ കയം കാണിക്കരുതെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നിപ്പാണ്. എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്. എനിക്ക് കമ്മലെന്ന് വെച്ചാൽ ഇല്ലേ, പേര് ഫെമി എന്നിട്ടുണ്ടല്ലോ. ഫെമി ഉണ്ടല്ലോ, സിമിയുണ്ട്. ഫെമി ഞാനും കൂടി ഈ ഇതിൻ്റെ പുറകെ പോകുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരൊറ്റ മുങ്ങല എന്നിട്ടുണ്ടല്ലോ, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തെ കാര്യമാണ്. എന്നിട്ടുണ്ടല്ലോ ഈ കമ്മലെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ, അത് ചെറുതായിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ റിങ് കമ്മൽ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്നിട്ട് ഇങ്ങനെ അതൊക്കെ ഓർമ്മ വരും. ഇപ്പം ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേനുമേ ഞാൻ പക്ഷേ എനിക്കിതിപ്പോൾ അതൊന്നും ഇഷ്ടമില്ല, അങ്ങനെ ഇടണമെന്നൊന്നും ഒരാഗ്രഹമില്ല. അതെന്നെ കളിയാണെന്നറിയത്തില്ല. അപ്പം നമുക്ക് വാചകം അധികം പറഞ്ഞ് സമയം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഷോൾ കാണിക്കാം. ആദ്യത്തെ ഷോൾ പാകിസ്ഥാനി ഷോളുണ്ട്, പ്യുവർ മൊഡാൾ ഷോളുണ്ട്, അജ്രക്ക് പ്രിൻ്റ് വരുന്ന റയോൺ ഷോളുണ്ട്, പിന്നെ അജ്രക്ക് പ്രിൻ്റ് വരുന്ന ബഗൽപൂരി അല്ല, നമുക്ക് ബഗൽപൂരി എന്ന് പറയാൻ പറ്റത്തില്ല. ബഗൽപൂരി എന്നൊരു അതിലൊക്കത്തൂടെ പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സൈസ് ഷോള്, റേറ്റ് കുറവാണ്. ഇത് പിന്നെ പാകിസ്ഥാനി ഷോൾ കാണിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, സഹോദരങ്ങളെ, എന്നാ പറയുന്നത്, അനിയത്തിമാരെ, അമ്മമാരെ, പെങ്ങന്മാരെ, എല്ലാവരോടും ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്, ഈ സാധനം പല റേറ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇതിന് കാരണം ഞാൻ ഇങ്ങനെ ഇത്രയും ഇതാക്കി പറയുന്നത് എന്നറിയോ, ഒരു പുള്ളിക്കാരത്തി കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ അടുത്ത് നിന്ന് പാകിസ്ഥാനി ഷോൾ എടുത്തു. എന്നിട്ട് വേറെ എവിടെയോ പോയി കണ്ടിട്ട് അവർ വീണ്ടും ഒരു പാകിസ്ഥാനി ഷോൾ എടുത്തു. എന്നിട്ട് ആ പാകിസ്ഥാനി ഷോളിൻ്റെ റേറ്റ് നമ്മുടെ ഷോളിൻ്റെ റേറ്റിനെ കഴിഞ്ഞും 100 രൂപ 200 രൂപ ഇങ്ങോട്ട് കൂടുതലാണെന്ന് പറയും. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. കാരണം പ്രിൻ്റ് ഒന്നായിരിക്കും, പക്ഷേ സ്റ്റഫ് വേറെ ആയിരിക്കും. അതിലെ ഇത്തെ കല്ലിൻ്റെ എണ്ണത്തിന് വരെ റേറ്റ് വ്യത്യാസമുണ്ട്. എന്നിട്ട് അങ്ങനെയല്ല നിങ്ങൾ തർക്കിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എന്താ പറയുക, നമുക്കിതിനൊന്നും എല്ലാത്തിനും ഒന്നും നമുക്ക് ഉത്തരവില്ല. നമുക്ക് അങ്ങനെ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, എല്ലാവരും എല്ലാ ഇതും കാലം കളിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന പ്രൈസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് മാർജിൻ ഇട്ടിട്ട് മാത്രം നമ്മൾ കൊടുക്കുന്നത്, അല്ലാതെ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അവർ പറയുകയാണ് നിങ്ങളുടേതോ അതും സെയിം തന്നെയാണ്. എനിക്ക് 101% ഉറപ്പാണ് അതിൻ്റെ ഫോട്ടോ കണ്ടപ്പം സ്റ്റഫ് രണ്ടാന്ന്. ഞാൻ പിന്നെ എൻ്റെ പിള്ളേരോട് പറയും, നിങ്ങളൊന്നും പറയാൻ പോകണ്ട, അതെന്തേലും കേട്ടെ, നിങ്ങൾ മറുപടി പറയാൻ പോകണ്ട എന്ന് പറയും. ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന പാവം ജനവിഭാഗത്തിൽ പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചില സമയത്ത് പരിദേവനങ്ങൾ വന്നു നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല. അതുകൊണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടവർ മാത്രം വാങ്ങിച്ചാൽ മതി. ഇത് പല റേറ്റിൽ ഇറങ്ങുന്നുണ്ട്. എത്രയാണ് പറയുന്നത്, 270 രൂപ തൊട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. പല സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്, പല സ്റ്റഫാണ് അതിന്. ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ലേസ് വെച്ചതും, അതിനൊരു ക്വാളിറ്റിയും എല്ലാത്തിലും അതിൻ്റെ സോഫ്റ്റ്നെസ് അതിലെല്ലാം വ്യത്യാസമുണ്ട്. സാധനം ഒന്നല്ല. ഷോപ്പ് അടുത്ത് വല്ല ഉള്ളവരായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞേനെ. ഇവരെവിടെ വരുന്നവരോട് എന്താ പറയുക. ഇതാണ് ആദ്യത്തെ ഷോള്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ബോധ്യപ്പെട്ട മാത്രം വാങ്ങിച്ചാൽ മതി. ഷോളിന് റിട്ടേണും എക്സ്ചേഞ്ചും ഇല്ല. കാരണം അത്രയും വളരെ മിനിമം മാർജിനെ ഇട്ടിട്ടുള്ളൂ. ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കാം, പക്ഷേ ഡാമേജിന് ഉറപ്പായിട്ടും ഓപ്പണിംഗ് വീഡിയോ വേണം, എന്നാലേ മസ്റ്റാണ്. അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഈ ലോകം എല്ലാം നന്മമരങ്ങളല്ല, അതാണ് കുഴപ്പം. ഞാൻ ആരെയും നെഗറ്റീവ് പറയല്ല കേട്ടോ, എനിക്കങ്ങനെ പറയുന്ന പോലും ഇഷ്ടമില്ല. പക്ഷേ ചില സമയത്ത് എന്നാ ചെയ്യാനാണ്, പറഞ്ഞു പോകും. ഇതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഒത്തിരി ചുരിദാറിടാം, പ്ലെയിന്. ഡെയിലി പോകുമ്പോൾ പച്ച, മജന്ത, പിന്നെ റെഡ്, ഗ്രീന്, ബ്ലാക്ക്, ഏതിന് വേണേലും ഇടാം. ഉണ്ടോ, കുറേ കല്ല് പിടിപ്പിച്ചിട്ടുണ്ടേ. ഇതിൻ്റെ സ്റ്റോണിന് വരെ വ്യത്യാസമുണ്ട്. ഈ സ്റ്റോണിൻ്റെ കട്ടിയിൽ വരെ വ്യത്യാസമുണ്ട്. കല്ല് പോലെ ഇരിക്കുന്നതും സീക്വൻസ് ആയിട്ടിരിക്കുന്നതും ചെറിയ കനം കുറഞ്ഞ് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന കല്ല് പോലെ ഇരിക്കുന്നതും എല്ലാം ഉണ്ട്. അതൊക്കെ വെച്ച് റേറ്റ് വ്യത്യാസം വരും. മിന്നുന്നതെല്ലാം പൊന്നപ്പനല്ല. തങ്കപ്പനാവോ? തങ്കപ്പനും അല്ല. പൊന്നും തങ്കവും തമ്മിലുള്ള വ്യത്യാസം എന്നാ പറ. എന്നാ എളുപ്പമുണ്ടല്ലോ, എന്നാ പറഞ്ഞത്. നീളം, വീതി, വണ്ണം, പൊക്കമൊക്കെ നോർമലി ലെങ്ത് അളന്ന് നോക്കിയിട്ടില്ല. അതെ, ഇത്രയൊക്കെ ഉണ്ട്. പൊക്കം കുറവുള്ളവർക്ക് ഒട്ടും കുഴപ്പമില്ല, ഇഷ്ടം പോലെയുണ്ട്. വലിയ പൊക്കമുള്ളവർക്ക് ചിലപ്പോൾ ഇച്ചിരി കുറവായിരിക്കും. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പനടാ. തങ്കപ്പൻ ആരാ പറയുന്നതെന്ന് അറിയാം, ഡയലോഗ് ജനാർദ്ദൻ കേട്ടിട്ടില്ലേ നമ്മുടെ ഇതിനകത്ത്. അരുണേട്ടാ സന്തോഷമായില്ലേ? ഈ വാട്സപ്പിൻ്റെ അടി നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഇത് അയക്കില്ലേ, അതിന് എന്തുവാ പറയുന്നത്, സാധനം വരില്ലേ.
ഞാനിതൊക്കെ ഓരോരുത്തർക്കൊക്കെ അയച്ചു കൊടുക്കും. സന്തോഷമായ അരുണേട്ടാ. എന്താ ചിരിക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ട്? പുച്ചച്ചിരി, പുജ്ജച്ചിരി കോമഡിയാണ്. കോമഡി കേട്ടിട്ട് ഇതൊക്കെയാണോ കോമഡി? അത് 10 കോമഡി പറയൂ. നിങ്ങൾക്ക് കോമഡി പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മറ്റേ വടക്ക് നോക്കിയന്ത്രത്തിൽ ശ്രീനിവാസൻ പറയുന്ന പോലെ. അപ്പോൾ ഇത് വേറൊരു ഇത് കേട്ടോ, സ്റ്റഫിനകത്ത് ഇച്ചിരി വ്യത്യാസമുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതിപ്പോൾ റേറ്റ് മിക്സഡ് ആയിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ റേറ്റ് സ്ക്രീനിൽ നോക്കണം. റേറ്റ് വ്യത്യാസപ്പെട്ടാണ് പല സാധനവും ഇരിക്കുന്നത്. കണ്ടാൽ ഒന്നാമത് തോന്നും, പക്ഷെ പല മോഡലാണ്, പല സ്റ്റഫാണ്. അതുകൊണ്ട് റേറ്റ് വ്യത്യാസപ്പെട്ടായിരിക്കാം. അത് കണ്ട് ഞെട്ടിത്തിരിക്കരുത് കേട്ടോ, തെറ്റിപ്പോകുന്നതെന്ന് ഓർക്കരുത്. തെറ്റുന്നുണ്ട്, അത് വേറെ കാര്യം. നമ്മുടെ എഡിറ്റിംഗ് മാസ്റ്റർക്ക് ഭയങ്കര തെറ്റാണ്. എഡിറ്റിംഗ് മാസ്റ്ററെ ഞാനൊന്ന് പിടിച്ച് കൗൺസിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി നേരെയായിട്ടുണ്ട്. നല്ല മഞ്ഞ, മമ്പഴം മഞ്ഞ്, പിന്നെ ഒത്തിരി കളറുണ്ട് കേട്ടോ, ഒരു കളറല്ല. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ, ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന പാകിസ്ഥാനിയാണ്. ഇതെന്നാന്നറിയാം, പാകിസ്ഥാനി ഷോളിൻ്റെ ഒരു ഗുണം പ്ലെയിൻ ഡ്രസ്സിന് ഭയങ്കര രസമാണ്. പിന്നെ നമുക്ക് പിള്ളേരുടെയൊക്കെ ഇതൊക്കെ തയ്ക്കല്ലേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട് ഗാഗ്ര ചോളി എന്ന് പറഞ്ഞൊരു സാധനം. എനിക്കൊക്കെ ഉണ്ടായിരുന്നു ഗാഗ്ര ചോളി എന്ന് പറഞ്ഞാൽ. ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? നമ്മുടെയൊക്കെ എൻ്റെ അഭിപ്രായമുള്ളവരൊക്കെ ഇല്ലേ, എൻ്റെ വയസ്സ് പറയണം, അത്ര അക്രമം കാണിക്കണം. എത്ര തോന്നും? 60? ഞാനുണ്ടല്ലോ സ്ക്രീൻ മുന്നേ ക്യാമറ ഉണ്ടെന്ന് ഓർത്തില്ല കേട്ടോ, വല്ലതൊക്കെ പറഞ്ഞു കളയും. അതൊക്കെ എനിക്കറിയാം കേട്ടോ. കുശുമ്പിനും അസൂയിക്കും മരുന്നില്ലെന്നൊക്കെ എനിക്കറിയാം. മധുര 17ൻ്റെ പടിവാതൊക്കെ നിൽക്കുന്ന ഒരു പെൺമണിയെ നോക്കി 60 വയസ്സത്രയും കശ്മലൻ. എൻ്റെ മകന് 17-20 വയസ്സായി. അത് വെച്ച് നിങ്ങൾ കൂട്ടി നോക്കിക്കോ. ഇത് മുമ്പ് കാണിച്ചല്ലേ. പിന്നെ ഞങ്ങൾക്ക് അതിൽ നേരെന്ന് പറയുക ഇവിടെ നിന്ന് ഇത് കാണിച്ചല്ലേ. എന്തോ പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് പ്രായത്തിലൊന്നുമല്ല കാര്യം, മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡിലാണ് കാര്യം. പ്രായം 60 ആയാലും പക്വത എത്തുമില്ലാത്ത ആൾക്കാരുണ്ട്. മിണ്ടാതിരുന്നാൽ പക്വതയാണെന്ന് വിചാരിക്കുന്ന ജനങ്ങളുമുണ്ട്. ഇതിലൊന്നുമല്ല കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ഓരോ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയിലാണ് കാര്യം. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാര്യം. അതൊക്കെയാണ് പക്വതയുടെ ലക്ഷണങ്ങളും പ്രായത്തിൻ്റെ ലക്ഷണം. ഇതാണ് നമ്മുടെ പ്യുവർ മൊഡാൾ. പ്യുവർ മൊഡാൾ വാങ്ങിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്യുവർ മൊഡാൾ കാണിച്ചപ്പം അത് വാങ്ങിച്ച് കുർത്തി അടിച്ച ഒത്തിരി പേര് ആരണ്ടൊക്കെ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു. ഫീഡ്ബാക്ക് ഒത്തിരി പേര് അയച്ചു കേട്ടോ, അടിപൊളിയാണെന്ന് പറഞ്ഞ്. ഞാനും ഇപ്പോൾ ഇളകിയിരിക്കുക. ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ എടുക്കണമെന്നൊക്കെ അന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചേ. പക്ഷേ ഇത് വെച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ കാര്യം മറന്നു പോവേ. അപ്പോൾ പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ചുരിദാറുണ്ട്, കണ്ണി കാണുന്ന എല്ലാ കടയുള്ളതുകൊണ്ട് ഇഷ്ടം തോന്നുന്നൊക്കെ എടുത്തിടുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രം ഭംഗിയില്ല. അപ്പം എന്നിട്ടുണ്ടല്ലോ ഇവരൊക്കെയൊക്കെ കണ്ടപ്പോൾ എനിക്കും അടുത്ത കോള് കയറിയിരിക്കുക. ഒരു മൊഡാളിൻ്റെ ഷോൾ എടുത്ത് വെച്ച് ചുരിദാർ തയ്പ്പിക്കാൻ പോവുക. കുർത്തി ടോപ്പ് നല്ല ഭംഗിയാണ്. ഐഡിയ വേണം, ഐഡിയ എന്നാലേ പറ്റുള്ളൂ. ചിലർക്ക് കേൾക്കുമ്പോൾ പുച്ഛം വരും. ഷോൾ വെച്ച് ടോപ്പ് വന്നു. പക്ഷേ ഉണ്ടല്ലോ ഞങ്ങളുടെ കട്ടിങ് മാസ്റ്റർ ചെയ്യുന്ന കാണണം. ചുമ്മാ ഈ പൊട്ട ഊപ്രിക്ക ഷോളൊക്കെ കൊടുത്തങ്ങോട്ട് പുള്ളിയുടെ കയ്യിലോട്ട് കൊടുക്കണം. അയ്യോ, ഇത് വേറെ ഷോളാട്ടോ, മിക്സാണേ. ഇതിന് നല്ല റേറ്റ് ഉണ്ട്. ഞാൻ ഇന്നലെ സാരി കാണിച്ചില്ലേ, മൊഡാളിൻ്റെ സാരി പട്ടായുള്ള അത്. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾക്ക് അവാർഡ് കിട്ടി. ഞാൻ അവാർഡ് വാങ്ങിക്കാൻ പോയ കാര്യം പറഞ്ഞില്ലേ. ഈ വർഷം പോസ്റ്റ് ഓഫീസിൻ്റെ ചങ്ങനാശ്ശേരി ഡിവിഷനിൽ നിന്ന്, ചങ്ങനാശ്ശേരി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം അല്ലേ, പാല, ഇങ്ങനെ കുറേ പ്രദേശങ്ങൾ കൂടുന്നതാണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. അത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കുറേ ഡിവിഷനുകൾ കൂടുന്നത്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാഴ്സൽ അയച്ചതിനുള്ള അവാർഡ് കിട്ടി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാമോ, ഫോട്ടോ കാണിക്കാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വീഡിയോയിലൊക്കെ കാണിച്ചായിരുന്നു. ഈ പ്രാവശ്യം കിട്ടി. ഏറ്റവും കൂടുതൽ കൊറിയർ അയച്ചതിന്, ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ ഞങ്ങളോട് അതുപോലെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമായ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ അയക്കുന്നത് DTDC വഴിയാണ്. പോസ്റ്റ് ഓഫീസ് വഴി വളരെ കുറച്ചേ അയക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, പോസ്റ്റ് ഓഫീസ് വഴി എല്ലാ ആഴ്ച എന്തുമായിരിക്കും. പോസ്റ്റ് ഓഫീസ് ഞങ്ങൾക്ക് എന്നൊക്കെ തന്നാലായിരിക്കും അല്ലേ. അയ്യോ, SP അടിക്കാൻ തന്നിട്ട് കുറച്ച് നേരമായി, നിർത്തി. ഇനി ഇല്ലേ, ഇനി പറയുന്നില്ല കേട്ടോ. ഇത് വെച്ച് വേണമെങ്കിൽ ഷോള് വെച്ചോ കേട്ടോ. അല്ല, എന്നതാ കുർത്തി തയ്ച്ചോ കേട്ടോ, നല്ല രസമായിരിക്കും. ഇങ്ങനത്തെ കുർത്തി ഇറങ്ങുന്നുണ്ട്, റെഡിമെയ്ഡ് കുർത്തി. മൊഡാളിൻ്റെ റെഡിമെയ്ഡ് കുർത്തി വേണം നമ്മുടെ ഷോപ്പിലോട്ട് വായോ. അധികമില്ല, തീർന്നു ഒത്തിരി. പുതിയ സ്റ്റോക്ക് വരണം. ഞാൻ പറഞ്ഞു എന്നാന്നറിയാം, ഞങ്ങളുടെ കട്ടിങ് മാസ്റ്ററുടെ കൊടുത്താൽ മതി. ചുമ്മാ ഡിങ്കിടി ഷോളൊക്കെ, ഡിങ്കിടി എന്ന് പറഞ്ഞാൽ ഈ സുനാപ്പി ഷോളൊക്കെ ഇല്ലേ,
അങ്ങോട്ട് നോക്കുന്ന എന്തിനാ, എന്നെയും കൂടെ അങ്ങോട്ട് നോക്കിപ്പിക്കുക. ഷോളൊക്കെ ഇല്ലേ, എന്നാ അത് ഷോളായിരുന്നെന്ന് പുള്ളി തന്നെ എന്നിട്ട് പറയും. ഞാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല, അയ്യോ നമ്മുടെ ആ ഷോളാണിതെന്ന്. രസമാണെന്നറിയോ, ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, ഐഡിയന് വില കൊടുക്കണം. ഇപ്പം എല്ലാം മിക്സ് ആണല്ലോ, മൊഡാളും അല്ലാത്തതും എല്ലാം കൂടെ മിക്സ് ആണല്ലോ. അഞ്ചിനെ ഇങ്ങോട്ട് വിളിക്കണോ? അല്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാണിക്കും, എഡിറ്റ് ചെയ്യാൻ നിങ്ങളിവിടെ കിടന്നു. നല്ല രസമല്ലേ? ഞാൻ കളറ് പറയാത്തതിന് കുഴപ്പമുണ്ടോ? ഞാൻ വർത്താനം മാത്രമേ പറയുന്നുള്ളൂ, കളറേ പറയുന്നില്ല. കോഫി മെറൂണേ, അതിന് മുന്നേ കണ്ടത് മെറൂണ്, അതിന് മുന്നേ കണ്ടത് പർപ്പിള്. ഇവിടെ ഓർഡർ അനുസരിച്ചാണ് കിടക്കുന്നത്. ഏതെങ്കിലും കളർ അറിയത്തില്ല ചോദിച്ചാൽ മതി കേട്ടോ. ഡിസൈൻ വേറെയാണ് കാണിച്ചല്ലേ. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, പ്യുവർ മോഡാളാകുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി ഇതേ, ഞാനതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ, അല്ലേ പിന്നെ ഒരു പ്രശ്നമാണ്. കളറുകൾ തമ്മിൽ ഒരു ഭയങ്കരമായിട്ടൊരു വേരിയേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് കളർ ഇളകി പിടിച്ച പോലെ, ഇത് കളർ ഇളകി പിടിക്കുന്നതല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, മഴയത്ത് നനയ്ക്കരുത്, ഡ്രൈ വാഷ് ചെയ്യാവുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് പ്യുവർ മോഡാളാണ്, ഹാൻഡ് ബ്ലോക്കാണ്, അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ നമുക്കത് തോന്നും. അത് ഇത് സീല് ചെയ്യല്ലേ, ഇങ്ങനെ ഒന്ന് സീല് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ സീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് ഇതിൻ്റെ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നമുക്ക് പടർന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ അത് പ്യുവറിൻ്റെ ലക്ഷണമാണ്. അതൊരിക്കലും ഡാമേജ് അല്ല. മൊഡാളിൻ്റെ സാധനങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു ഇതുണ്ട്, അവിടെ ഇവിടെ ഡൈ പിടിക്കാതിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആൾക്കാർ കാണുന്നവരെന്നാ ഓർക്കുമെന്ന് അറിയാമോ, അത് ഡാമേജ് ആണെന്ന് ഓർക്കും. അറിയാവുന്നവർക്കറിയാം, അറിയത്തില്ലാത്തവർ തെറ്റിദ്ധരിക്കും. ഇതൊക്കെ പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ, പ്രിൻ്റ് വ്യത്യാസമുള്ളൂ, അജ്രക്ക് പ്രിൻ്റ്. റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ, പലതിനും പല റേറ്റ് ഉണ്ട്. അത് സ്റ്റഫിൻ്റെ വ്യത്യാസമാണേ, നിങ്ങൾ ഓർക്കരുത് കേട്ടോ. നമ്മളങ്ങനെ മണ്ടത്തരം കാണിക്കത്തില്ലല്ലോ, ഒരേ സാധനത്തിന് തന്നെ പല റേറ്റ് ഇട്ട് വിൽക്കുക എന്ന് പറഞ്ഞേ. ഞാനാ, അതുകൊണ്ടാണല്ലോ നിങ്ങളെയൊക്കെ സഹിച്ച് നടക്കുന്നത്. ഞാൻ മണ്ടിയാണ്, അത് നന്നായി. അതുകൊണ്ട് കുറേ പേരൊക്കെ ജീവിക്കുന്നു വണ്ടി ആയതുകൊണ്ട്. സഹിച്ചോളൂ. ഇതിന് റേറ്റ് കൂടുതലാണ് ഉണ്ടോ? അയ്യോ അല്ല, റേറ്റ് കുറവാ. ഇത് നല്ല കളറല്ലേ? ഇത് ചുരിദാർ തയ്ക്കാൻ അടിപൊളി. ഞാനിത് ചുരിദാർ തയ്ക്കാൻ പോവാം. കുർത്തി തയ്ച്ചാൽ അടിപൊളിയായിരിക്കുമോ? എന്നെ സോഫ്റ്റാണെന്നറിയോ, എന്നെ സുഖമാണെന്നറിയോ. നമ്മളെന്തിനാ മൊഡാളിടാൻ കൊതിച്ചു നടക്കുന്നത്? ഒരു 1150 1250 രൂപ കൊടുത്തൊരു ഷോള് വാങ്ങിക്കുക, എന്നിട്ടൊരു 50 രൂപ മീറ്ററിനുള്ള ഒരു 2.5 മീറ്റർ ലൈനിങ്ങും കൂടെ വാങ്ങിച്ചാൽ തയ്യക്കൂലിയാവും. നല്ലപോലെ തയ്ക്കുന്നിടത്ത് കൊടുക്കണമെങ്കിൽ ഇത്രയും കൂലി. ഇത് മുമ്പത്തെ പോലത്തെ പട്ടയുള്ള ഇതെല്ലാം മിക്സഡ് ആയിരിക്കുന്നത് കേട്ടോ. റേറ്റും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. പിന്നില്ലേ അതന്നെ, അതെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേ. സെയിം ആണോ? അല്ല, ഈ താഴത്തെ മുന്താണിക്ക് വ്യത്യാസമുണ്ട്, അതാ കാണും. ഇത് റീസ്റ്റോക്ക് വന്നു കേട്ടോ. ഷോള് കടയിൽ ഒക്കെ ഒത്തിരി പേര് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. റീസ്റ്റോക്ക് വന്നിട്ടുണ്ടേ. പ്യുവർ മോഡാൾ കേട്ടോ. പ്യുവർ മോഡാളും വന്നിട്ടുണ്ട്, സെമി മോഡാളും വന്നിട്ടുണ്ട്. കാണിച്ചല്ലേ? ഇത് കാണിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞേ കളറ് വ്യത്യാസമുണ്ടെന്ന്. ഇതും കാണിച്ചോ? ഈ ഷോളാന്ന് തോന്നി എനിക്ക് തയ്ക്കണമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് നടന്നത്. എന്നിട്ട് അതിലേലും പോയിട്ട് അവിടെ വെച്ചിട്ട് പോയി. ഇത് ഞാൻ എടുക്കും ഒരെണ്ണം. നല്ല കളറാട്ടോ. ഇത് ഈ മഷ്റൂം സിൽക്കിലൊക്കെ വരുന്ന ഒരു പ്രിൻ്റാണ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. ബൈക്കിപ്പോൾ തീരുമോ? എന്നെ എടുത്തോണ്ടിരിക്കുമായിരുന്നു, ചാർജ് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ അത് കാണിക്കുന്നില്ലെന്ന് നോക്കാം, ഇത് കാണിക്കാം. ഇത്രയും കൂടെ ഇത് റയോണാണ് കേട്ടോ, റേറ്റ് കുറവാണ്, റയോണാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കുർത്തി അടിക്കാം, നല്ല അജ്രക്കിൻ്റെ കുർത്തി അടിക്കാം. നല്ല നീളവും വീതിയും എല്ലാം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു മിനിമം പൊക്കം ഉള്ളവർക്ക് പറ്റും, അല്ലാത്ത ഒത്തിരി പൊക്കം കൂടിയവർക്ക് പറ്റില്ല. ഷോളല്ല, കുർത്തി അടിക്കാൻ ഷോള് പറ്റും. ഷോള് നോർമൽ ലെങ്ത്തൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒത്തിരി ലെങ്ത്ത് കൂടുതലില്ല കേട്ടോ, വിട്ട് ഇതിന് ഭയങ്കര കൂടുതൽ. ഇത് കണ്ടോ, അങ്ങനെ വരുന്നേ 2.25 ഉള്ളതെന്നാണ് തോന്നുന്നു കേട്ടോ. ചിലതിന് പക്ഷേ ലെങ്ത് ഉണ്ട്. ഞാൻ ഓർണമെൻറ്റ്സ് കൂടെ കാണിച്ചിട്ട് ഞാൻ ഇന്നിപ്പോൾ രാവിലെ എപ്പം തുടങ്ങി പരിപാടിയാണെന്നറിയാം. ഇതിപ്പോൾ 2ാമത്തെ വീഡിയോ. അതിൻ്റെ ഇടയ്ക്ക് ചങ്ങനാശ്ശേരി പോയി, അവാർഡ് വാങ്ങിച്ചു, വീട്ടിൽ പോയി, ഇനി വീട്ടിൽ പോകണം.
വീട്ടിൽ പോകാനാണ് എനിക്ക് ഏറ്റവും ധൃതി. കടയിൽ വരുമ്പോൾ ഇരിക്കുമ്പം വീട്ടിൽ വരണം, വീട്ടിൽ ഇരിക്കുമ്പം കടയിൽ പോകണം. കോഫി അല്ല, പർപ്പിളിൻ്റെ ഡാർക്ക് കളർ കേട്ടോ, നല്ല ഡാർക്ക് പർപ്പിൾ, നല്ല അല്ലേ, പിന്നെ സുഖമാണെന്നറിയാം. ഇത് റയോൺ ആണ് മെറ്റീരിയലേ, നല്ല സോഫ്റ്റാണ്. ഇതിനൊരു ലൈനിങ്ങും കൂടി ഇട്ട് 2 പ്രാവശ്യം ഷോളായിട്ട് ഇട്ടോ, എന്നിട്ടൊരു ലൈനിങ്ങും കൂടി ഇട്ടേ ചുരിദാർ തയ്ക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഇതൊക്കെ എല്ലാം ഒരേ പ്രിൻ്റ് പോലെയൊക്കെ എനിക്ക് തോന്നുക. എനിക്ക് തോന്നുകയാണോ? ഫ്രണ്ടിൽ നിന്ന് കാണുന്നവർ പറ, ഒന്ന് തന്നെയാണോ കാണിക്കുന്നതെന്ന്. ഒന്ന് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നമ്പർ വേറെ ആയിരിക്കും. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർക്കണ്ട, നമ്പർ വേറെ ആയിരിക്കും, പ്രൈസും വ്യത്യസ്തപ്പെട്ടായിരിക്കും പലതിൻ്റെ. ഇപ്പോൾ വന്നിട്ടേ ചില്ലി റെഡ് ആണോ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ബ്രിക്ക് റെഡിൻ്റെ ചില്ലി റെഡിൻ്റെയും കൂടെ ഒരു മിശ്രിതമാണ്. റയോണിൻ്റെ മെറ്റീരിയലാണ്. ഇത് മറ്റേ മഷ്റൂമിൻ്റെ അതേപോലെ. ഇതൊന്നും കാണിച്ചു, പ്ലെയിൻ്റെ കൂടെ ഇടണം, അടിപൊളിയായിരിക്കും. ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേനേ വെള്ള ചുരിദാർ ഇട്ടിട്ടേ, നമ്മൾ വെള്ളയും ചുവപ്പും ഒക്കെ അല്ലേ താരങ്ങൾ, ഇൻഡിഗോ, സോഫ്റ്റ് ഇൻഡിഗോ. ഇന്ന് സത്യം പറഞ്ഞാൽ വേറെ ഓഫർ സെയിൽ കാണിക്കാനിരുന്ന സാരിയുടെയോ കുർത്തിയുടെയോ ചുരിദാർ സെറ്റിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ഓഫർ സെയിൽ കാണിക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ റെഡിയാക്കാനും വീഡിയോ എടുക്കാനുമുള്ള സമയം കൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് കണ്ടാലോ? ഓർണമെൻറ്റ്സ് ഇല്ലേ, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്ത് കുറച്ച് സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കാണിക്കാം. ഇത് സെയിലിനായിട്ട് അല്ല, ഞാൻ ചുമ്മാ കാണിക്കുന്നതുണ്ട്. വന്നേക്കുന്നതിൻ്റെ കുറച്ച് മോഡൽസ് കാണിക്കുകയാണേ, ഉണ്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പേളുമാലയും അതും ഇതും എല്ലാം ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഇതുപോലെ കെട്ടുന്ന, അതിനെന്നാ പറയുന്നത്, അതൊന്നുമല്ല, അത് ചുട്ടിയല്ല, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇനി ഞാൻ അതെ വീഡിയോ എടുത്തെടുത്ത് ബാറ്ററി ലോ ആയിപ്പോയേ, അപ്പോൾ അതുകൊണ്ട് ഓർണമെൻറ്റ്സ് കുറച്ച് ചുമ്മാ ഒരു മോഡൽ പോലും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത ദിവസം എല്ലാം വിശദമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്